വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലത്തെ വ്ലോഗ് കണ്ടിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഇനിയും വ്ലോഗ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഞങ്ങൾക്ക് സമയം 3:40 അപ്പൊ ഞങ്ങള് പുറത്തോട്ട് പോവാണ്. ഞങ്ങക്ക് ഇപ്പൊ ഇന്ന് തേഴ്സ്ഡേ ആയപ്പം ഇനി അടുത്ത ആഴ്ച വെക്കേഷൻ കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആണ് സാറ്റർഡേ. അച്ചാച്ചന് തുറക്കും, എനിക്ക് സൺഡേ തുറക്കും. അപ്പൊ വെക്കേഷൻ എല്ലാം കഴിഞ്ഞു. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു ഷെയ്ഖിന്റെ വീടാണ്. ഷെയ്ഖോ അറബിയോ അല്ലേ. ഞങ്ങൾ എപ്പോഴും ഇവിടെ കൂടെ പോകുമ്പോഴും എന്റെ കണ്ണെപ്പോഴും ഈ ഗേറ്റ് തുറന്നോ കിടക്കുന്നുണ്ടോ, അകത്തെ കാര്യം എന്താണെന്ന് നോക്കാനുള്ളതാണ്. പക്ഷെ പേടി കാരണം വെടി വെക്കുമോ എന്നുള്ള പേടി കാരണം ഞാൻ പിന്നെ അനങ്ങാതങ്ങ് പോവാണ്. ഞങ്ങളിപ്പോ ഒരു ഓഫ് റോഡിങ് ചെയ്യുന്ന പോലാണ്. ഞങ്ങള് ഷോർട്ട് കട്ട് എടുത്ത് മെയിൻ റോഡിലേക്ക് കയറാനുള്ള വഴിയായത്. ഞങ്ങള് ഇപ്പൊ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് ഇനിയും അടുത്ത ആഴ്ച ഞങ്ങൾ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഖത്തറിലാണ്, അതൊന്നും പറഞ്ഞില്ലല്ലേ. ഓക്കെ, അതൊക്കെ ഞങ്ങൾ ഖത്തറിലാണ്, സ്കൂളിലാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അടുത്ത ആഴ്ച വെക്കേഷനൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു സ്കൂളാണ്. അപ്പം ഞങ്ങള് എല്ലാ കാര്യങ്ങളും ഒരാഴ്ചത്തേനൊക്കെ ഉള്ളത് റെഡിയാക്കി വെക്കണം. നമുക്ക് ആ കറക്റ്റ് ദിവസം അന്നൊന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. പ്രത്യേകിച്ച് രാവിലെയൊക്കെ നമുക്കെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കണം. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിക്കാൻ വേണ്ടി ലുലുവിലൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചായയൊക്കെ കുടിക്കണം. അങ്ങനെ ചെറിയൊരു വ്ലോഗ്. ഓക്കെ, സോ എല്ലാവർക്കും ഞങ്ങളുടെ വ്ലോഗിലേക്ക് സ്വാഗതം. ഹലോ, ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു. അത്യാവശ്യമായിട്ട് ഒരിട വരെ പോകേണ്ടി വന്നു. അപ്പം ലുലു പോകുന്നുള്ളത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി. ഇപ്പൊ സമയം 1 മണിക്കൂർ കഴിഞ്ഞു. 4:52. ഇപ്പൊ എന്ന് വെച്ചാൽ ചായ കുടിച്ചിട്ട് ഒരു ബലമൊക്കെ കിട്ടി നേരെ ലുലുലോട്ട് ഷോപ്പിംഗ്. അധികം ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുക, നട്ട്സ് ഒക്കെ മേടിക്കുക, ഒരാഴ്ചത്തേനുള്ളത് ശേഖരിച്ചിട്ട് തിരിച്ചു വരും. അതാ. അപ്പൊ നമുക്കിനിയും നമ്മുടെ അതിന് പോകുന്നത് വില്ലേജിലാണ്. അതെ അതെ, അവിടെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഫുഡൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു നാടൻ കടികളൊക്കെ കിട്ടുന്ന ഒരു കട. അതിവിടെ ഖത്തറിലുള്ളവർക്ക് ഓൾമോസ്റ്റ് ഒരുപാട് പേര് അവിടെ വന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് ചെല്ലുമ്പോ തന്നെ കാണാം, ഇഷ്ടം പോലെ ബാച്ചിലേഴ്സും ഫാമിലീസും ഒക്കെ വന്ന് കഴിക്കുന്നുണ്ട്. നല്ല നാടൻ പപ്സും അല്ലേ, സമൂസയും കട്ട്ലയും ഒക്കെ നല്ല ടേസ്റ്റുമാണ്. നല്ല ചായയും കിട്ടും. നല്ലൊരു കട. ഓക്കെ, അത് ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഖത്തറിലെ ചൂട് രക്ഷയില്ല. ചൂടെടുത്ത് ഒഴുകുവാണ്. നല്ല പുകച്ചിലാണ് അല്ലേ. ചൂടിനെക്കാട്ടി കൂടുതൽ നല്ല എന്താ, സമയം 4:54 ആയെങ്കിലും കുറവുമില്ല. ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. അതെങ്ങനെയും ഒന്ന് കുറഞ്ഞാൽ മതി എന്നേ ഉള്ളൂ. സ്കൂൾ തുറക്കുവാണെങ്കിൽ എങ്ങനെ പോകുന്നുള്ളതാണ് ഈ ചൂടത്ത്. എത്തിയില്ല, പോന്ന വഴിയാണ്, കാണിച്ചു തരാം കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് ട്രാഫിക് ഉണ്ട് റോഡിലൊക്കെ. എല്ലാരും പുറത്തിറങ്ങുന്ന സമയം. കടയിൽ നല്ല ട്രാഫിക് ആയിരിക്കും അവിടെ. അവിടെ നല്ല തിരക്കായിരിക്കും. നോക്കാം. ഒരു സന്തോഷം അവിടൊക്കെ പോയി കഴിക്കുക അല്ലേ. നമ്മുടെ നാടൻ മുകളിലുണ്ട്, പക്ഷെ അവിടത്തെ നമുക്ക് അത്രയും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. നാടൻ കടികൾ കിട്ടുന്ന സ്ഥലമായോണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. അതെ, നമുക്ക് നൊസ്റ്റു അടിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ ഞങ്ങൾ അധികം ഒന്നും സ്ഥലത്ത് പോകാറില്ല. ഞങ്ങൾക്ക് കുറച്ച് പിക്ക് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രം കുറച്ച് ദിവസം പോകും, തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിരം സ്പോട്ടാണ് ഇത്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ പലപ്പോഴും അവിടെ കയറി ചായയൊക്കെ കുടിക്കും. ഖത്തറിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം ബർവ വില്ലേജ് അല്ലേ. ബർവ വില്ലേജ് അതിലോട്ട് എത്തുന്ന ഒരു വഴിയാ. നമുക്ക് നേരെ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ മെട്രോ ബർവ അല്ലേ, ബർവ സ്റ്റേഷൻ. ഓക്കെ,
റാസബു ഫണ്ടസ്. കാണാതെ നമ്മളിപ്പോ അതിനകത്തോട്ട് കയറുകയാണ്, പർവ വില്ലേജിലോട്ട് കയറുകയാണ്. നേരെ കാണുന്നതാണ് സെന്റർ പോയിന്റ്. സാലറി വരുമ്പോൾ കുറച്ച് പൈസ സ്ഥിരം അങ്ങോട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അയ്യോ, ഇപ്പൊ നമ്മള് നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. ചെന്നെത്തിയിട്ട് ഞാന് വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, ചിലപ്പോ ഞങ്ങളായിരിക്കും ലേറ്റ് ആയിട്ട് അറിഞ്ഞ. എല്ലാരും വന്നൊക്കെ കുടിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഇവിടെ. അടുപ്പിച്ച് അവധിയായപ്പോ മൊത്തം. അതിന്റെ പേരാണ് റാവീസ്. റാവീസ് റെസ്റ്റോറന്റ്. ഇവിടെ നമുക്ക് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഒക്കെ ഫുഡുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് കൂടുതലും ചായയും കടികളും കഴിക്കാനാണ് വരുന്നത്. ഇവിടെ ഫ്രണ്ടില് കുറെ പേര് ഇപ്പം നിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവും. അപ്പം സജൻ പോയി സാധനം എന്താ നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, നമുക്ക് കാണാം മേടിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ മേടിച്ചതാണ് ഈ കാണുന്നത്. നല്ല ചൂട് പരിപ്പുവട, ഉഴുന്നുവട, സമോസ, പിന്നെ നല്ല അടിപൊളി ചായ. കുടിച്ചോ? നല്ല ഉഴുന്നുവട. അയ്യോ, നമുക്ക് ശരിക്കും ഇതൊക്കെ കഴിക്കുമ്പോൾ നാട്ടിലെ ഓർമ്മ വരും, കൊച്ചിലത്തെ. നിങ്ങളുടെ എന്റെയൊക്കെ സമയമാണെങ്കിൽ പപ്പ ബാങ്കിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ പപ്പ ബാങ്കിൽ നിന്ന് വരുമ്പം എപ്പോഴും ഞാനും അമ്മയെ നോക്കിയിരിക്കും. എന്തേലും ഒരു ചെറിയ കടിയാണെങ്കിലും, ഒരു ഏത്തക്കാപ്പൂ, ഒരു പരിപ്പോടെ എന്തേലും ഒരു സാധനം മതി. അത് കിട്ടാൻ വേണ്ടി ഞാനും അമ്മയും നോക്കി. ചേച്ചി ഇരുന്നില്ല, ചേച്ചി പോയി അപ്പോഴത്തേനും പുറത്തുപോയി. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കും. അതിലാണ് ഞങ്ങളുടെ ഫുൾ എനർജി. ബാക്കി ദിവസത്തേന് ചെയ്യാനുള്ള കാര്യങ്ങൾക്കുള്ള ഫുൾ എനർജി ആ ഒരു സാധനത്തിലായിരിക്കും. പക്ഷെ പപ്പ മറക്കാതെ ഞങ്ങൾക്ക് കൊണ്ടുതരും, എന്തെങ്കിലും ഞങ്ങൾക്ക് മേടിച്ചോണ്ട് വരും. പക്ഷെ അതൊരു വലിയ സന്തോഷമായി ഇപ്പൊ അത് ഓർക്കുമ്പോ, അല്ലേ? ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോ അതൊക്കെ ഓർമ്മ വരുന്നേ. പപ്പ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, പപ്പ അമ്മ ഇത് കാണുമ്പോ. പുറത്തൊക്കെ പോകുമ്പോ കടിയൊക്കെ മേടിക്കും. തട്ട് നമ്മൾ റോഡ് സൈഡിൽ കടകളുണ്ടല്ലോ, അപ്പൊ ആ കടകൾ നിർത്തിയിട്ട് ചായയും ചിലപ്പോൾ ഏത്തക്കാപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ വടയായിരിക്കും, പെപ്പടയായിരിക്കും, അങ്ങനെ മേടിക്കണം. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത്, ഞങ്ങളുടെ കോളേജ് ഞാൻ ചങ്ങനാശ്ശേരിയിലെ മീഡിയ വില്ലേജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് താഴെ കുറച്ചും കൂടെ പോകുമ്പം അവിടെ ഈ ചെറിയ വണ്ടിയിൽ ഈ പരിപ്പട വറക്കുന്നു. അപ്പൊ ഞാൻ അത് മേടിച്ചോണ്ട് അമ്മച്ചി കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ എന്റെ ഗ്രാൻഡ് മദർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അമ്മച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പം 4 മണിക്ക് കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവിടെ മേടിച്ച് അമ്മച്ചി എടുത്ത് കൊണ്ട് കൊടുക്കും. അമ്മച്ചി ചായ ഉണ്ടാക്കി തരുമ്പോൾ അത് ഞങ്ങൾ കഴിക്കുമായിരുന്നു. ഉള്ളിവടയും പരിപ്പ് വടയും അങ്ങനെ അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട്. ശരിക്കും നമ്മുടെ പഴയകാല ഓർമ്മകൾ അത് വലിയ അടിപൊളിയാണ് ഓർക്കുമ്പോ. പക്ഷെ ഇങ്ങനത്തെ കടകളൊക്കെ ഉള്ളത് ഇവിടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് ഇങ്ങനത്തെ, അതുകൊണ്ട് നമുക്ക് അത്രയും മിസ് ചെയ്യത്തില്ല. ഈടായിട്ട് ഇത് വന്നത്, ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഒരു 20 years എടുത്തായി. പക്ഷെ ഇത് ആദ്യമായിട്ട് ഇവിടെ ഒരു 10 years ആയിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ കടകളൊക്കെ വരെ വന്നിട്ട്. നേരത്തെ ഇല്ല അല്ലേ? പണ്ട് ഇത്രയും കടകളില്ല, കുറവാണ് ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടാൻ. ശരി, അപ്പൊ നമ്മള് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ചായ കുടിച്ച് പകുതി തീർന്നു. അതെ അതെ, അടിപൊളി കേട്ടോ, നല്ല ചായ. മാറുവാണ്. ഇത് ലുലുവിലെത്തിയിട്ട് കാണാം. ലുലുവിൽ എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പറ്റിയില്ലെങ്കിൽ നമ്മള് ഫ്രണ്ട് മൊത്തം കാണിക്കും. അതെ അതെ, അത് കാണിച്ചിട്ട് എന്തൊക്കെയാ മേടിച്ചതെന്ന് പറയാം, കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ നമ്മള് ലുലു അടുക്കാറായി. ഇത് നിങ്ങൾക്കല്ല, ഇതിവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഇത് ബർവാ സിറ്റി ആണ്. ക്ലിയർ ആവുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, നമ്മൾ സിഗ്നലിലാണ്. നമ്മൾ ലുലു അടുക്കാറായി. ഇതിപ്പോ ആക്ച്വലി ഇത് വളരെ എളുപ്പത്തിൽ ചെല്ലാവുന്ന ഒരു ലുലു ഉണ്ട്, പക്ഷെ അവിടെ പോവില്ല. കാരണം നമുക്ക് ഇച്ചിരി ഡ്രൈവും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം നമ്മള് വെക്കേഷനോടാണല്ലോ, തീരാറാവുന്നതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പൊ വിചാരിച്ചു പുറത്തിറങ്ങി കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാന്ന് ഓർത്തു. അങ്ങനെയാണ് ഇച്ചിരി ദൂരെയുള്ള ലുലുവിലോട്ട് ഇറങ്ങിയത്. അഹങ്കാരമാണോ അറിയത്തില്ലല്ലേ, രസം. ഞങ്ങൾ കൂടുതലും ഈ ലുലുവാണ് നമ്മൾ ഷോപ്പിങ്ങിന് വരാറുള്ളത്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഏകദേശം എവിടെയൊക്കെ ഇരിക്കുന്നെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതാണ് മെയിൻ റീസൺ വരുന്നതിന്റെ. സോറി. ലുലു എത്തി. ഇതാണ് ബർവ സിറ്റിയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണ്, മാർക്കറ്റ് അപ്പുറം. ഈ പറഞ്ഞ എപ്പോഴും ഫ്രീ ആണ്, അതുകൊണ്ടാണ് വീടുന്നത്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് അവരുടെ റൂൾസ് ഒന്നും അറിയത്തില്ല. അപ്പം പറ്റുവാണെങ്കിൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ചാൻസ് കുറവാണ്, എഴുതി വെച്ചിട്ടുണ്ട് prohibited എന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളത് കേറുന്നവരെ കാണിക്കാം, ഫോളോ ചെയ്യണമല്ലോ. അതെ. അപ്പൊ നമ്മള് എന്തേലും ഇടയ്ക്കൊക്കെ എന്തേലും കാണുവാണെങ്കിൽ സംസാരിക്കാൻ തോന്നിയാലൊക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ. അച്ഛൻ പാർക്ക് ചെയ്യുന്നതിന്റെ ധൃതിയിലാണ്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് ലുല്ലിലോട്ട് കയറും. ഓക്കെ, താങ്ക് യു. ഇപ്പൊ സമയം നന്നായിട്ട് ഇരുട്ടി, 6:45 ഞങ്ങള് വീട്ടിലോട്ട് ഡയറക്റ്റ് പോവാ. ഓക്കെ, അപ്പൊ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ മേടിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വ്ലോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, നല്ലായിട്ട് ഇരുട്ടി, കാണിച്ചു തരാവേ. ഒരു മിനിറ്റ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് തിരിക്കുക വീട്ടിലോട്ട്. കുറച്ച് എത്ര മിനിറ്റ് ഉണ്ട് ചേച്ചാ? ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ്സിൽ വീട്ടിലെത്തും. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് വീഡിയോസിൽ ആഡ് ചെയ്യാം. വണ്ടിക്കകത്തൊന്നും വെട്ടമില്ല, രാത്രിയായോണ്ട് ക്ഷമിക്കണം. ഓക്കെ, കാണാം, അവർക്ക് കാണാം. അപ്പൊ കട്ട് ചെയ്ത് നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് എന്തൊക്കെ മേടിച്ചെന്ന് കാണിച്ചിട്ട് നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ. ഹലോ, ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പൊ 8:10 8:10 വന്നു. അപ്പം സാധനമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ സ്ഥാനത്ത് കയറ്റി വെക്കും. അപ്പം എന്തൊക്കെയാ മേടിച്ചതെന്ന് പെട്ടെന്ന് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഓക്കെ. ആദ്യം നമ്മള് മുട്ട, നമ്മൾ 2 പേരല്ലേ ഉള്ളു, അപ്പം 6 എണ്ണം വരുന്ന മുട്ട മേടിച്ചു. ഓക്കെ. നമ്മള് ഹിമാലയൻ പിങ്ക് സോൾട്ട് മേടിച്ചു. ഓക്കെ, കാണാവോ? തേങ്ങ ചിരണ്ട് നമുക്ക് ഇവിടത്തെ ഇങ്ങനെ തേങ്ങ ചിരണ്ടിയതായിട്ട് കിട്ടും. അപ്പൊ നമ്മള് ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്താൽ മതി. നല്ല ഉപകാരമാണ്. പിന്നെ ഇതാണ് നമ്മുടെ അടിപൊളി, ഞങ്ങക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഷാർക്കല്ലേ. അപ്പൊ നമുക്ക് ഇത് വെച്ച് നാളെ ഒരു അടിപൊളി റെസിപ്പി വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് ഇത് കിട്ടിയോണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ മേടിക്കും എളുപ്പത്തിന്.
സ്കൂളിൽ പോകുന്നതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് വലിയ സമയമൊന്നും കിട്ടത്തില്ല. ഇപ്പൊ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ മേടിക്കും, ദോശമാവ് മേടിക്കും. ഇടിയപ്പം ഉണ്ട്, ഇതുണ്ട്. നമുക്കിങ്ങനെ പാക്കറ്റിൽ ഇവിടെ കിട്ടും. ആവി കയറ്റി ദോശയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല മാവാണ്. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വേണ്ട, നമ്മളൊക്കെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം അതൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് സ്കിംഡ് മിൽക്ക്. ഇതാകുമ്പോൾ നമ്മൾ ചായയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പാടയൊന്നും കിട്ടത്തില്ല. അല്ല ലോ ഫാറ്റ് ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കി കഴിയുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ പാട കിട്ടുന്നതാണ്. പക്ഷെ ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ കേട്, ലോ ഫാറ്റിന്റെ കേട് മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് ആണ് ഗ്രീൻ ടീ. അത് ഗ്രീൻ ടീ ആൻഡ് ലെമൺ ആഫ്ലേ ട്വിന്നിങ്സിന്റെ ഭയങ്കര ഇഷ്ടമായത്. പിന്നെ നമ്മള് പച്ചക്കറികള് മുരിങ്ങയില കിട്ടുന്നുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ വെറുതെ ഒരുപാട് കിട്ടുന്ന സാധനം ഞങ്ങൾ ഇവിടെ പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. ഇതിന് 4.85 ഖത്തർ റിയാൽ ആയിട്ടുണ്ട്. ടൊമാറ്റോ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകും. നമ്മൾ ഇടയ്ക്ക് കഴിക്കാനൊക്കെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, നമ്മൾ സ്മൂത്തിക്കൊക്കെ കഴിക്കും. പിന്നെ ഓറഞ്ച് ഉണ്ട്, പ്ലം ഉണ്ട്, റെഡ് പ്ലം ഉണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് ആണ്, കസിന് വലിയ ഇഷ്ടമല്ല. ഞാന് ഒരുപാട് കൂടുതൽ ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രേപ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ രണ്ടിന്റെയും ഫേവറേറ്റ് ആണ് ബ്ലൂബെറി. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സ്മൂത്തിക്കൊക്കെ ഇതിടും. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല കഴിക്കാൻ നല്ല. പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാധനം അവക്കാഡോ. ഞാൻ ഇങ്ങനെയാണ് മേടിച്ചതിന് വിലക്കുള്ള, പക്ഷെ കുഴപ്പമില്ല, നല്ലതല്ലേ, നല്ല ഗുണമുള്ളതായത് നമ്മളങ്ങ് മേടിച്ചു. പിന്നാണ് നമ്മുടെ ബ്രൊക്കോളി വരുന്നത്. നമുക്ക് തോരനോ ഒക്കെ വെക്കാം, ഈ ആഴ്ച നമുക്ക് വെക്കാം. അപ്പൊ കാണിച്ചു തരാം കേട്ടോ. പിന്നെ സാമ്പാറൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ ഓർത്തു അപ്പൊ വെള്ളരിക്ക മേടിച്ചു, കുക്കുംബർ മേടിച്ചു, സവാള. ഇടയ്ക്കായിട്ട് നല്ല സവാള ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഇന്ന് പോയപ്പോ ഒരുമാതിരി നല്ലത് കിട്ടി. ഇപ്പൊ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് സ്പിനച്ച്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ തോരനൊക്കെ വെക്കും. ഇത് ബേബി സ്പിനച്ച്, പക്ഷെ നല്ല രുചിയായി തോരൻ വെച്ച് കഴിയുമ്പോൾ. ഞങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് ഫേവറേറ്റ് ആണ് അത്. ഞങ്ങൾ 2 മേടിച്ചു. 2 മേടിച്ചാലും ഒരു തോരനുള്ളതേ ഉള്ളിത്. ക്വാണ്ടിറ്റി തീരെ ചെറുതാവും. പിന്നെ നമ്മുടെ നാട്ടില് സുലഭമായി കിട്ടുന്ന കറിവേപ്പില ഇവിടെ ഞങ്ങൾ മേടിച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സാധനങ്ങൾ. ഒരാഴ്ചത്തേന് ഞങ്ങള് മേടിച്ച സാധനങ്ങളാണ്. ഇനി ഞങ്ങളിത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ മറ്റു സാധനങ്ങൾ, വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കബോർഡിൽ വെക്കും. അതെ. അപ്പം എല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇനി വൈകിട്ടത്തിന് ഫുഡ് ഉണ്ടാക്കണം. ആ ഫുഡിന്റെ റെസിപ്പി നമ്മുടെ അടുത്ത വ്ലോഗില് നമുക്ക് കാണിക്കാം. സമയം പോലെ കാണിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഓക്കെ, അപ്പം സർപ്രൈസ് പറഞ്ഞു എന്നാ ഉണ്ടാക്കാൻ പോകുന്നത്? ഉപ്പുമാവ്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ്. അപ്പൊ നമുക്കത് കാണിക്കാം. നമ്മൾ ഇനി അടുത്ത് വരുന്ന റെസിപ്പികളെ വ്ലോഗ്സിലൊക്കെ നമുക്ക് കാണിക്കാം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വ്ലോഗ്, ഇന്നത്തെ വ്ലോഗ് കണ്ട് ഒത്തിരി പേര് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോ വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സബ്സ്ക്രിപ്ഷനും കൂടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അച്ഛനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നോക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഞങ്ങൾ 2 അല്ലേ ഉള്ള വീട്ടിൽ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇങ്ങനെ നിങ്ങളോട് കിട്ടുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഇച്ചിരി ക്വയറ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ ഞങ്ങളത് വണ്ടി ഇരുന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഒരാളോട് പറ്റുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനൽ വ്ലോഗ്സ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നാളെ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് കാണാം.
അതുവരെയ്ക്കും ബൈ ബൈ. ബൈ ബൈ. Okay, let's go.